ഹലോ, അങ്ങനെ ഈ വർഷത്തെ JEE മെയിൻ്റെ 2 സെഷനും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ജനുവരിയിൽ എഴുതി നല്ല മാർക്ക് വാങ്ങിയ ആളുകളും ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളുകൾക്കും ഏപ്രിൽ സെഷൻ വന്നു. അതിൽ നമുക്കറിയാം 9 ഡിഫറെൻറ്റ് എക്സാമുകളാണ് ഏപ്രിൽ 2 മുതൽ 8 വരെ തീയതികളിലായിട്ട് നടന്നത്. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് മാർക്ക് വേഴ്സസ് പെർസെൻറ്റേജിലും ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആഫ്റ്റർ 2 വീക്സ് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ വിത്തിൻ 2 വീക്സ് നമ്മുടെ റിസൾട്ട് യൂഷ്വലി വരാറുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എത്ര പെർസെൻറ്റേജിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ഷിഫ്റ്റ് വൈസ് ആയിട്ട് പെട്ടെന്ന് നീങ്ങി പോകാം. എന്താണ് ഈ വർഷത്തെ എക്സാമിൽ സംഭവിച്ചത്, ജനുവരിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിലേക്ക് വന്ന സമയത്ത് ഫിസിക്സിലൊന്നും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. ഏപ്രിൽ 2-ാം തീയതി രാവിലെ നടന്ന എക്സാമിൽ റേ ഓപ്റ്റിക്സിൽ നിന്നും അതുപോലെ തന്നെ റൊട്ടേഷൻ പോലുള്ള ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ 2 ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ഒറ്റ ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഷിഫ്റ്റിൻ്റെ പ്രത്യേകത. യൂഷ്വലി നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാറുള്ള ഒരു ചാപ്റ്ററാണത്. പക്ഷേ നമുക്കറിയാം, വെയിറ്റേജ് എന്നുള്ളത് എനിക്ക് കാര്യമില്ല. ഓരോ ഷിഫ്റ്റിലും ഓരോ രീതിയിലാണ് വെയിറ്റേജ് വരിക. കെമിസ്ട്രിയും അതേ NCERT ബേസ്ഡ് ആണ്. ഈസി ടു മോഡറേറ്റ്, ലെങ്തി ക്വസ്റ്റ്യൻസും കുറച്ച് ട്രിക്കി ഓപ്ഷൻസും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിസിക്കലും ലെസ് ഓർഗാനിക്കുമാണ് ഈ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഈക്വൽ വെയിറ്റേജ് അല്ല ഈ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ ബിയിൽ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മാത്തമാറ്റിക്സിന് യൂഷ്വലി പറയുന്ന പോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും ലെങ്തി ആയിട്ടാണ് വരാറുള്ളത്. പക്ഷേ ഇത്തവണ ഫസ്റ്റ് എക്സാമിൽ ഈസിയർ ആയിരുന്നു. റിലേറ്റീവ്ലി മാത്തമാറ്റിക്സ് ഈസിയർ പേപ്പറാണ് വന്നിട്ടുള്ളത്. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, PYQസിനെ പോലത്തെ ചോദ്യങ്ങൾ വന്നു. വെക്ടേഴ്സ്, 3D ഫംഗ്ഷൻസിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഷിഫ്റ്റിലെ എക്സ്പെക്റ്റഡ് മാർക്ക് വേഴ്സസ് പെർസെൻറ്റേജ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 99.9% ക്രോസ് ചെയ്യാൻ അപ്രോക്സിമേറ്റ്ലി 250 വേണ്ടി വരും. അതിൻ്റെ താഴെ 99 ക്രോസ് ചെയ്യാൻ 185 വേണ്ടി വരും. 97 ക്രോസ് ചെയ്യാൻ 145, 95-ന് 130, 93% ക്രോസ് ചെയ്യാൻ 120, അതുപോലെ തന്നെ 90% ക്രോസ് ചെയ്യാൻ 105 മാർക്കെങ്കിലും വേണ്ടി വരും. ഓക്കെ, ഇതെല്ലാം എക്സ്പെക്ടേഷൻസ് ആണ്. ഇനി സെക്കൻഡ് ഷിഫ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സിൽ വലിയ മാറ്റമൊന്നുമില്ല. അഗെയിൻ നമ്മൾ കാണുന്ന പോലെ തന്നെ പല ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡൂവബിൾ ആയിട്ടുള്ള ബെറ്റർ ക്വസ്റ്റ്യൻസ് സെക്ഷൻ ബിയിൽ നമുക്ക് കാണാൻ സാധിച്ചു. കെമിസ്ട്രിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലോ ഈസി ടു മോഡറേറ്റ് ആണ്. പക്ഷേ ഇത്തവണ എല്ലാ കെമിസ്ട്രി പേപ്പറുകളും, ഓൾമോസ്റ്റ് എല്ലാ പേപ്പറുകളും കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെങ്തി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്തവണ കെമിസ്ട്രിയിൽ കാണാൻ സാധിച്ചു. മാത്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈസി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ വളരെ എളുപ്പമായി ഡയറക്റ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഈ ഷിഫ്റ്റിൽ. അതുപോലെ വെക്ടർ, 3D സീക്വൻസ് ആൻഡ് സീരീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ചോദ്യങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. സെക്ഷൻ ബിയിലും നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ എക്സാമിൽ എക്സ്പെക്റ്റഡ് മാർക്ക് വേഴ്സസ് പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 230+ ആണ്. കുറച്ചുകൂടെ ലെങ്തി ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് കഴിഞ്ഞതിനേക്കാൾ കുറച്ച് കുറവുണ്ട്. 99.9, 99% ആണെങ്കിൽ 175, പിന്നെ 145, 125, 115 ആൻഡ് 90% 95+ മാർക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേണ്ടി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് ഞാൻ മൂവ് ചെയ്യുകയാണ്. ഏപ്രിൽ 3-ന് ഷിഫ്റ്റ് 1-ൽ എന്താണ് സംഭവിച്ചത്? ഫിസിക്സിൽ മാറ്റങ്ങളൊന്നുമില്ല. ഇത്തവണ വെയിറ്റേജ് ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും വരുന്ന രൂപത്തിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഈ ഒരു ഷിഫ്റ്റിൽ ആക്ച്വലി വന്നിട്ടുള്ളത്. ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്ററിൽ 0 എന്നുള്ള രൂപത്തിലൊന്നും വന്നിട്ടില്ല. കെമിസ്ട്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മോർ ഇനോർഗാനിക് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. NCERT ബേസ്ഡ് തന്നെയാണ്. അതുപോലെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതും ആൻഡ് ട്രാപ്പ് ക്വസ്റ്റ്യൻസ്, നമ്മൾ അറിയാതെ തെറ്റിക്കാൻ വേണ്ടിയിടുന്ന ക്വസ്റ്റ്യൻസും ആക്ച്വലി ഇതിൽ വന്നിട്ടുണ്ട്. മാത്സിലേക്ക് വരികയാണെങ്കിൽ മോഡറേറ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് PYQന്റെ പാറ്റേണിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പെക്റ്റഡ് കട്ട് ഓഫിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 99% 225 ക്രോസ് ചെയ്യേണ്ടി വരും. 170 + 99 വേണ്ടി വരും. 97 ആണെങ്കിലോ 135, പിന്നെ 115, 105 ആൻഡ് 85 മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ 90% മുകളിൽ കയറാൻ സാധിക്കുള്ളൂ. ഏപ്രിൽ 3-ലെ രണ്ടാമത്തെ ഈവനിങ് ഷിഫ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ഈസി ടു മോഡറേറ്റ് ആണ്. സിമിലർ ക്വസ്റ്റ്യൻസ് PYQs, അതുപോലെ റേ ഓപ്റ്റിക്സും വേവ് ഓപ്റ്റിക്സ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്നൊക്കെ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നോ ക്വസ്റ്റ്യൻസ് ഫ്രം റൊട്ടേഷൻ ഒരുപാട് ചോദ്യങ്ങൾ പല ഷിഫ്റ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഷിഫ്റ്റിൽ റൊട്ടേഷനിൽ നിന്ന് ക്വസ്റ്റ്യനേ ഇല്ല. കെമിസ്ട്രി ട്രിക്കി, ലെങ്തി ആൻഡ് ടഫ് ആണ്. മോർ ഫിസിക്കൽ ആൻഡ് ഇനോർഗാനിക് ആണ് വന്നത്. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മൾട്ടി സ്റ്റേറ്റ്മെന്റ്സ്, മാച്ച് ദ ഫോളോയിങ് പോലുള്ള ചോദ്യങ്ങളെല്ലാം ഈ ഷിഫ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. മാത്തമാറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ അത് ലെങ്തി പേപ്പറാണ്, സിമിലർ ടു PYQs. സ്ട്രെയിറ്റ് ലൈൻസ്, അതുപോലെ വെക്ടർ 3D എന്നൊക്കെ മൾട്ടിപ്പിൾ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ഷിഫ്റ്റിലും വെക്ടർ 3D എന്തായാലും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, 1 or 2 ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്റേഴ്സിൽ നിന്ന് വരാറുണ്ട്. എക്സ്പെക്റ്റഡ് കട്ട് ഓഫിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 99.9%, 240+ എത്തുക. പിന്നെ 180, 145, 125, 115 ആൻഡ് 95+. ഏപ്രിൽ 4-ലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഷിഫ്റ്റിലും കാര്യമായിട്ട് എന്തില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചുകളൊന്നുമില്ല. എല്ലാം നല്ലത് തന്നെയാണ്. നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. യൂണിറ്റ്സ്, റേ ഓപ്റ്റിക്സ്, ഫ്ലൂയിഡ്സിൽ നിന്നൊക്കെ 2 ചോദ്യങ്ങൾ വീതം വന്നു. അതുപോലെ തന്നെ സെക്ഷൻ ബിയും നല്ല സ്റ്റാൻഡേർഡ് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ എക്സാമിൽ, അതായത്
April 4th ഷിഫ്റ്റ് 1 കെമിസ്ട്രിയാണ് മോഡറേറ്റ് ആൻഡ് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് മാറിയ പേപ്പർ. ഒരുപാട് കുട്ടികളുടെ മാത്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ച്വലി കെമിസ്ട്രി അഫക്ട് ചെയ്തൊരു പേപ്പറാണിത്. ഒരുപാട് ഇനോർഗാനിക്കുമാണ് ഇതിൽ വെയിറ്റേജ് കൂടുതലുള്ളത്. സെക്ഷൻ ബി മേജർലി ഫിസിക്കലായിരുന്നു. മൾട്ടി കോൺസെപ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ മൾട്ടിപ്പിൾ കോൺസെപ്റ്റുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അടക്കം കെമിസ്ട്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു. മാത്തമാറ്റിക്സ് ആണെങ്കിൽ ടഫാണ്, വെരി ലെങ്തി ആണ്. ക്വസ്റ്റ്യൻസ് ലുക്സ് ഈസി, ബട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും തീരാത്ത രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വെക്ടർ തിയറി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കട്ട് ഓഫിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, 230 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 99.9 99% 175 ആണ്. പിന്നെ 140 125 115 95. അപ്പോൾ കെമിസ്ട്രി ഏറ്റവും കൂടുതൽ കുട്ടികളെ ബുദ്ധിമുട്ടിച്ച ഒരു പേപ്പറും കൂടിയാണെന്ന് പറയാം. April 4th തന്നെ അടുത്ത പേപ്പറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകളോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങളൊന്നും ഫിസിക്സിലില്ല. കെമിസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ അതെ ടൈം കൺസ്യൂമിംഗ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കൂടുതൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്നും ലെങ്തി ആയിട്ടുള്ള ഒരുപാട് കാൽക്കുലേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സെക്ഷൻ ബി ആണെന്നുണ്ടെങ്കിൽ മേജർലി ഫിസിക്കൽ തന്നെയാണ് വന്നത്. മൾട്ടി കോൺസെപ്റ്റുകൾ അഗെയിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാത്തമാറ്റിക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോണിക് സെക്ഷൻസിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു പേപ്പറാണിത്. വെരി കാൽക്കുലേറ്റീവ് ബട്ട് സ്കോപ്പ് ഓഫ് ഡൂയിങ് 8 to 10 പ്രോബ്ലംസ് ഇൻ ബിറ്റ്വീൻ and some very good questions were also there. Marks for percentage നോക്കുകയാണെന്നുണ്ടെങ്കിൽ 99.9 250 പ്ലസ് വേണ്ടി വരും. 185 ആണ് 99, 97% 150 130 120 and 100 പ്ലസ്. നമ്മൾ April 7th ഷിഫ്റ്റ് 1 പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റേഷൻ ആണ്. കാരണം നമുക്കറിയാം എല്ലാ ഷിഫ്റ്റുകളും ഒന്നിനൊന്നോട് ഒരുപാട് സിമിലാരിറ്റി എല്ലാ ഷിഫ്റ്റുകളും തമ്മിലുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാണാറുണ്ട്. NCERT ബേസ്ഡ് ആയിട്ട് കെമിസ്ട്രി വന്നു. കെമിസ്ട്രി പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ എക്സാമിനേക്കാൾ കെമിസ്ട്രിയിലെ പല പേപ്പറുകളും ആക്ച്വലി ടൈം കൺസ്യൂമിംഗ് ആയിട്ട് കുറച്ചുകൂടെ കാൽക്കുലേഷൻസ് ഉള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉള്ളതായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ആൻഡ് മാത്തമാറ്റിക്സ് ആസ് യൂഷ്വൽ വേറെ ട്വിസ്റ്റുകളൊന്നുമില്ല. ഇതിന്റെ മാർക്സ് പെർ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 99.9 225 പ്ലസ് മതി. 99 ഇതൊക്കെ അപ്രോക്സിമേഷൻസ് ആണ്. 175 വരും. 145 പ്ലസ് 135 ആൻഡ് 90% ക്രോസ് ചെയ്യാൻ 95 മാർക്കെങ്കിലും വേണ്ടി വരും. ആൻഡ് April 7th സെക്കൻഡ് ഷിഫ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ നമുക്ക് നേരെ എന്തിലേക്ക് പോകാം, കാര്യമായിട്ടില്ല. മോർ ഇനോർഗാനിക് ആൻഡ് ഫിസിക്കൽ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. മാത്തമാറ്റിക്സിലാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് എന്തില്ല, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. കോണിക്കിൽ നിന്ന് വെക്ടറിൽ നിന്നൊക്കെ പ്രോബബിലിറ്റി എന്നൊക്കെ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എക്സ്പെക്ടഡ് കട്ട് ഓഫിലേക്ക് പോകുകയാണെങ്കിൽ 99.9 അഗെയിൻ 225 ആണ്, 175 145 അതുപോലെ തന്നെ 95 മാർക്ക് ഉണ്ടെങ്കിൽ 90% ക്രോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ഫൈനൽ എക്സാം April 8 ഒറ്റ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. ഈ ഫൈനൽ എക്സാമിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് ഈസി ആയിരുന്നു, പക്ഷേ കാൽക്കുലേറ്റീവ് ആയി. റിയേ ഒപ്റ്റിക്സ് റൊട്ടേഷനിൽ നിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നൊക്കെ മോർ ദാൻ 2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാത്ത ഒരുപാട് ചാപ്റ്ററുകളുണ്ട്. അത് ഏതൊക്കെയാണ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്ന് ഫ്ലൂയിഡ്സിൽ നിന്ന് ക്വസ്റ്റ്യനേ ഇല്ലാത്ത ഷിഫ്റ്റാണ് ലാസ്റ്റ് എക്സാം. വെരി ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സെക്ഷൻ ബിയും. ഇനി കെമിസ്ട്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മോഡറേറ്റ് ആൻഡ് ട്രിക്കിയാണ്. ഇതുവരെ നടന്ന മിക്കവാറും ഷിഫ്റ്റുകളിൽ കെമിസ്ട്രിയിൽ ഇനോർഗാനിക്കും ഫിസിക്കലാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത്. എന്നാൽ ലാസ്റ്റ് എക്സാമിലോ അതിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. NCERT ബേസ്ഡ് തന്നെയായിരുന്നു. ആൻഡ് സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസും ട്രാപ്പ് ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടായിരുന്നു. മാത്തമാറ്റിക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈസിയാണ്, ബട്ട് ലെങ്തി തന്നെയാണ്. മോഡറേറ്റ് എന്ന് പറയുന്ന ഡിഫിക്കൽട്ടി ലെവൽ വിത്ത് ലെങ്തി പേപ്പർ. അതിൽ PYQസിന് സിമിലർ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ക്വാഡ്രാറ്റിക്, കോണിക്കിൽ നിന്നൊക്കെ മൾട്ടിപ്പിൾ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടുത്തെ പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250 പ്ലസ് വേണ്ടി വരും 99.9 ക്രോസ് ചെയ്യാൻ. 99 ആണെങ്കിൽ 190, 97 ആണെങ്കിൽ 165, 95 ആണെങ്കിൽ 145 ആൻഡ് 90% ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 പ്ലസ് മാർക്കെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ വർഷം കഴിഞ്ഞ April സെഷനിൽ 9 എക്സാമുകളുടെയും ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയും ചിലപ്പം ടഫായി അതായി ഇതായെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജനുവരി എക്സാം പോലെ തന്നെ ഒരുപാട് വേരിയേഷൻസ് ഉള്ള അക്രോസ് ദ ഷിഫ്റ്റ് വെയിറ്റേജിലായാലും ഡിഫിക്കൽട്ടി ലെവലിലായാലും പേപ്പറിൻ്റെ ലെങ്തി സ്വഭാവമായാലും ഒക്കെ എന്താണ് അക്രോസ് ദി ഷിഫ്റ്റ് വേരിയേഷൻ ആണ്. ഒരിക്കലും നമ്മൾ ഒരു പെർട്ടിക്കുലർ എക്സാം കണ്ടുകൊണ്ട് ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഷിഫ്റ്റും എന്ന് പ്രതീക്ഷിക്കാനേ ജെഇയിൽ കഴിയില്ല. അത്രയും നമ്പർ ഓഫ് എക്സാമിനേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ചിലതിൽ റൊട്ടേഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചിലതിലില്ല. ചിലതിൽ ഓർഗാനിക് ആണ് കൂടുതൽ, ചിലതിൽ ഇനോർഗാനിക് ആണ് കൂടുതൽ. അങ്ങനെ വളരെ വേരിയിങ് ആയിട്ടുള്ള പേപ്പറാണ് ഇത്തവണയും 9 എക്സാംസിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫുകളിലൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമ്മുടെ സെഷൻ 1 175 ആണ് ആവറേജ് 99% വേണ്ടി വന്നിട്ടുള്ള ആവറേജ് മാർക്ക്. ഈ ഒരു എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് പറയാം മേ ബി അത് 180 അല്ലെങ്കിൽ അപ് ടു 185 വരെ പോകാം 99% കിട്ടാനുള്ള ആവറേജ് മാർക്ക്. അപ്പോൾ നിങ്ങൾ ഏത് എക്സാം ആണ് എഴുതിയത്, അത് എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ ഈ പറഞ്ഞ ഡിഫിക്കൽട്ടി ലെവലും അതുപോലെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അതുപോലെ തന്നെ ആയിരുന്നോ എന്നുള്ളത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.